ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. ഞാൻ ദത്തെടുക്കുന്ന കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയാൻ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഐ എം പ്രൗഡ് സേ ഐ എം മദർ. ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നതാണ്. കാരണം നാളെ ഒരു എന്റെ ഈ വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദത്തെടുത്ത കുട്ടിയെന്ന് അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് എന്നിട്ട് എങ്ങനെ 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 ഈ ഒരു കുട്ടിനെ വായിൽ രോമം കുടുങ്ങി അതാ അല്ലാണ് ഈ എന്താക്കുന്ന പറഞ്ഞ് ഒരു കുട്ടിനെ ദത്തെടുക്കുക. എടാ കള്ള കൂസ കുണ്ട, എടാ കുണ്ടം പട്ടി, എടാ തെണ്ടി ചെറ്റെ പട്ടി, നാണം ഉണ്ടോടാ നിനക്ക്? നാണം ഉണ്ടോടാ കഴിവേറി? നീ ഒരാണല്ലടാ. രണ്ടുണ്ടി ഒരു തോക്കും വെച്ചിട്ട് മറ്റവന്റെ പിന്നാലെ സൈക്കിൾ ആട്ടിയിട്ട് മറ്റേ മണിയും കടി കണങ്ങണ കണങ്ങണ ആട്ടിയിട്ട് നടക്കുമ്പോൾ നിനക്ക് നാണമുണ്ടോ? ഉണ്ടോ? എന്നിട്ട് നീ ഞാനൊരു അമ്മയാവുമ്പോ അണ്ടിയുള്ള അമ്മേ അല്ല എൻ്റെ അയ്യങ്ങനെ കുട്ടീനെ ദത്തെടുത്തു എന്ന് വിചാരിക്കാം. ആ കുട്ടി നിന്നെ എന്താ വിളിക്കുക? അണ്ടിള്ള അമ്മേ, അണ്ടിള്ള അമ്മേ. എൻ്റെ ഇത് മറ്റേ കുട്ടിയുടെ തന്ത മറ്റവനാണല്ലോ ആ കൂസൻ. അവനെന്താ ചോദിച്ചാ അണ്ടിള്ള അച്ഛ, അണ്ടിള്ള അച്ഛാന്നോ? എങ്ങനെ വിളിക്കുക? അല്ലെങ്കിൽ അണ്ടിള്ള വാപ്പ, അല്ലെങ്കിൽ അണ്ടിള്ള അമ്മാന്നോ? എന്താ വിളിക്കണ്ട്? തക്കടു കുണ്ടന്മാരെ, നാണം ഉണ്ടോടാ നാറികളങ്ങൾ? അയ്യോ ഇനി ഇതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ പ്ലംബർ ജോണിക്ക് എന്തെങ്കിലും പറ്റുമോ? മട്ടറാഫി ക്ഷമിക്കണേ, നിന്റെ അമ്മയുടെ മക്കളാണല്ലോ ഇത്. നിനക്ക് നല്ല വിഷമം ഉണ്ടാവും എന്നറിയാം, എന്നാലും പറയാം. എന്നാലും ഈ വക കുണ്ടന്മാരുണ്ടല്ലോ, നാണം ഉണ്ടോടാ? ഉണ്ടോ? എടാ നാറി, നീ നിന്റെ ഉമ്മാനെ ഖത്തറിലേക്ക് ഒരാളുടെ വീട്ടിലേക്ക് ജോലിക്ക് വിട്ടിട്ട് ആ പാവം ഇവിടെ വന്ന് ജോലി ചെയ്ത് കാലുമ്മ നീരും കെട്ടി നിൽക്കുന്ന ആ ജോലി ചെയ്യുന്നു. നീ ആ പാവത്തിന് ഒരു നേരമെങ്കിലും നോക്കിയിട്ട് ഒരു സമാധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭർത്താവ് കിടക്കുന്ന ആ മണ്ണ് വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യോ? മറ്റൊരാളുടെ ചെയ്യോ? നാണം ഉണ്ടോടാ നാറി? എന്നിട്ട് നീ എന്താ പറഞ്ഞ് നിനക്ക് സൂപ്പ് ഉണ്ടാക്കി തരാം അമ്മ ദുബായിലേക്ക് പെങ്ങളുടെ വീട്ടിൽ മറ്റെന്താണ് പെങ്ങളുടെ വീട്ടിലേക്ക് ജോലി ഇതിന് പോയിക്കാന്നോ? നാണം ഉണ്ടോടാ മരക്കഴുത നാറി? ആണായിട്ട് പറഞ്ഞിട്ട് നീ ഇങ്ങനെ നടന്നത് നാണുണ്ടോ? നീ വായ പൊളിച്ച നുണയല്ലാതെ, നുണയും മറ്റവന്റെ മുഞ്ചാനും അല്ലാതെ എന്തിനാ നിന്നെ പറ്റുക? കൂണ്ടം കഴിവേറി. എന്നിട്ട് നീ ഇപ്പൊ ഒഴിഞ്ഞു പോയി എന്നൊരു വളിയണ്ട് വിടുക, അതാണ്ട് പോയിക്കോളാം. ഗ്യാസാ ഒരു കഷ്ണം വലിയ എഞ്ചിൻ നിന്നാളെ നാട് പോയിക്കോളും. എടാ നാണല്ലടാ നാറി. നിന്റെ ഒരു തള്ളേ മറ്റേ ആ കുണ്ടൻ അളിയാങ്കാനോട് പറയുന്നത് നിന്റെ ഒരു തള്ളയും പാവം അവിടെ കിടന്നിട്ട് ഇതാവണില്ലടാ. ഈ ശാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടേ കിട്ടും? നിങ്ങളൊരു കുട്ടിനെ ഒരു കുട്ടിനെ ദത്തെടുത്താൽ ആ മക്കള് പുറത്തു പോകുമ്പോ അതിനെ പറയില്ലേ കുണ്ടന്റെ മക്കള് പോണെന്ന് ഇല്ലേ? അതുങ്ങളുടെ ഭാവിയും കൂടി കളയാൻ വേണ്ടിയിട്ടാ കഴിവേറികളെ നിങ്ങൾ ഈ കളി കളിക്കുന്നത്. നാണമില്ലാത്ത ചേറ്റകള്. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയില്ലേ ഗർഭം എങ്ങനെ ഉണ്ടാവുക, എന്താ ഉണ്ടാവുക? നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പെറ്റവരല്ലേ. പിന്നെ എന്തിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നു? ഒരു ചേറ്റ വന്നിരിക്കുന്നു. പിന്നെ മൊട്ടറാഫി പ്ലംബർ ജോണി ക്ഷമിക്കണേ, നിന്റെ അമ്മായിയുടെ മോനെ ഞാൻ പിന്നെയും ട്രോളിയിട്ടുണ്ട്, ക്ഷമിക്കണേ.